നമസ്കാരം. അൽ മവാസിൽ സുരക്ഷിത സോണായി പ്രഖ്യാപിച്ചയിടത്ത് നടന്ന ആക്രമണത്തിൽ 36 പേരാണ് മരിച്ചത്. ഖാൻ യൂനിസിലും പരിസര പ്രദേശങ്ങളിലും നടന്ന വ്യോമാക്രമണങ്ങളിൽ 48-ലധികം പേർ കൊല്ലപ്പെട്ടു. കുടിയിറക്കപ്പെട്ട ആളുകളെ പാർപ്പിച്ച വീടുകൾക്കും ടെന്റുകൾക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത്. 18 കുട്ടികളും 13 സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ മരിച്ചു വീണത്. വടക്കൻ ഗസയിൽ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ വീടിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. മറ്റൊരാക്രമണത്തിൽ 7 കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടെ 10 പേർ മരിച്ചു. ഒരാഴ്ചക്കിടെ 464 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഗസ പിടിച്ചെടുക്കാനും ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനും ഗിൽദിയോനിന്റെ രഥം എന്ന പേരിട്ടാണ് പുതിയ ആക്രമണ പരമ്പരയ്ക്ക് ഇസ്രായേൽ തുടക്കമിട്ടത്. അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ തുടരുകയാണ്. ഉപാധികളോടെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് സൂചന നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ നാടുകടത്തലും ഗസയുടെ നിരായുധീകരണവും കരാറിന്റെ ഭാഗമാകണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗസയിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. ഇന്ധനം, രക്ഷാ ഉപകരണങ്ങൾ, വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ എന്നിവയുടെ അഭാവം മൂലം ഗസയിൽ രക്ഷാപ്രവർത്തനം പോലും അസാധ്യമായ നിലയിലാണ്. ഇന്ധനത്തിന്റെ അഭാവം മൂലം 75% സിവിൽ ഡിഫൻസ് വാഹനങ്ങളും ഉപയോഗയോഗ്യമല്ലാതായി. വടക്കൻ ഗസയിലെ ആശുപത്രികളുടെ പ്രവർത്തനവും നിലച്ചു. മാർച്ച് മുതൽ ഇസ്രായേൽ മാനുഷിക സഹായങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.